ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലൂട്ടാത്തയോൺ ആ ഒരു വാക്ക് ഇപ്പോൾ ഭയങ്കര ഫെമിലിയർ ആണ്. അത് കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വെഡ്ഡിങ് ആയതുകൊണ്ട് വെഡ്ഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 മന്ത് കൂടെ ഉള്ളു വെഡ്ഡിങ്ങിന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ഈ ടൈമാണ് എനിക്കത് ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കരുതി ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. 1 മന്ത് ഒന്ന് കഴിച്ച് നോക്കാം, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ക്യാരറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ 2 നെല്ലിക്ക വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ട്, ഒരു ആപ്പിൾ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കുക്കുംബറും വെച്ചിട്ടുണ്ട്. കുക്കുംബർ ഇത്രയും വേണ്ടി വരില്ല. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് പീസാക്കി നമുക്ക് കട്ട് ചെയ്തെല്ലാം എടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും കുക്കുംബറും നെല്ലിക്കയും ബീട്രൂട്ടും ആപ്പിളും പിന്നെ ഒരു കുഞ്ഞി പീസ് ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കണം. അപ്പം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടിത് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. അത് ഇത്രയും മിക്സി തികയുള്ളൂ. ആപ്പിളിട്ടു, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ക്യാരറ്റ്, പിന്നെ കുക്കുംബർ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ നെല്ലിക്ക, ലാസ്റ്റ് നമ്മൾ ബീട്രൂട്ട്. ഇത്രയാണ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്താണ് ഇപ്പം നമുക്കൊരു കുറച്ച് എടുക്കുന്നുണ്ടോ, കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇത്തിരി ഒഴിച്ചാൽ മതി. ഇതൊന്നും കൂടെ നമുക്ക് ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിൻ്റെ ട്രേ എടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് സ്പൂൺ കൊണ്ട്, സാധാരണ ഇതെല്ലാവരും അരിച്ച് ഇതിൻ്റെ നീരെടുക്കും, പക്ഷെ ഞാനങ്ങനെ എടുക്കുന്നില്ല. ഞാൻ ഈ സാധനമായിട്ട് തന്നെ ഇങ്ങനെ തന്നെ വെക്കാൻ തോന്നും. ഇതിൻ്റെ ക്യൂബ് നമുക്ക് ഓരോ ട്രേയിലോട്ട് ഒഴിച്ച് നമ്മളിത് ഫുൾ ട്രേയിൽ വയ്ക്കും. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ക്യൂബായി കഴിയുമ്പോഴത്തേക്കും ക്യൂബ്സ് ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ക്യൂബായി കഴിഞ്ഞിട്ട് നമുക്കത് വെള്ളത്തിലിട്ട് അതിങ്ങനെ മെൽറ്റ് ആവുന്നുള്ളത് നോക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എന്തായി അതിൻ്റെ ഒരു അവസ്ഥ നോക്കാം. അപ്പം ഞാൻ ഒരു ഗ്ലാസ് എടുത്തു, അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ ചൂടുവെള്ളം. ഇനി നമുക്ക് ഐസ് ക്യൂബിൻ്റെ അവസ്ഥ ഇതാണ്. ക്യൂബ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ക്യൂബ് എടുക്കാം. ഗൈസ്, ഇത് എടുക്കാൻ പറ്റുന്നില്ല.
കിട്ടി 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 ഇതേ ഇങ്ങനെ ഒരു ക്യൂബായിട്ടുണ്ട്. അയ്യോ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് എന്താണ്, ഇനി നമുക്കിത് ചെറു ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കാണാൻ പറ്റുന്നുണ്ട്, മെൽറ്റായി വരുന്നുണ്ട്. നന്നായിട്ട് മെൽറ്റാകട്ടെ. ക്യൂബ്സ് ഇതിൻ്റെ അടിയിൽ പോയി. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, ഓഫീസിൽ പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ ഇത് March 1 ഇന്നോട്ട് കഴിച്ചു നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താവും റിസൾട്ട് എന്നത് നമുക്ക് ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ഇത് നന്നായിട്ട് ശരിക്കും ആ ഞാൻ നേരത്തെ ഒരു ഷിക് ന്യൂട്രിക്സിൻ്റെ ഒരു ഗ്ലൂട്ടത്തൈൻ എടുത്ത സമയത്ത് ആ ടാബ്ലറ്റ് ഇതേപോലെ ഇതിനകത്ത് ഇങ്ങനെ മെൽറ്റ് ആവുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഏകദേശം ഇങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ ഈ പെപ്സിയൊക്കെ ഒഴിക്കുമ്പോൾ ഒരു തരിതരി പോലെ ഇങ്ങനെ വരത്തില്ലേ, അതേപോലെ വരുന്നില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ഫുള്ള് മെൽറ്റായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഇത് ഫുള്ള് മെൽറ്റായിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. ഫുൾ മെൽറ്റാകട്ടെ. ഇടയ്ക്ക് വയ്ക്കാം. നമുക്കിത് കൊണ്ടുവന്ന് നേരെ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ഇത് പോകും. ആ ബീട്രൂട്ടിൻ്റെ ഒരു സ്മെല്ല്. അപ്പോൾ ഗായ്സ് ഫൈനലി ഇത് ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നല്ല നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കളർ കാണാനായിട്ട്. നമ്മൾ ഈ എന്താണ് വാട്ടർമെലൺ ജ്യൂസിൻ്റെ പോലത്തെ അതിലത്തെ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറ്. അപ്പോൾ നമുക്കിത് കുടിച്ച് നോക്കാം. ഞാൻ വെറും വയറ്റിലാണ് കുടിക്കുന്നത്, വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല രാവിലെ. അപ്പോൾ നമുക്കിത് കുടിക്കാം. ആ ഒരു ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ്, ഇപ്പോൾ നമ്മൾ ABC ജ്യൂസ് കഴിക്കുമ്പോഴും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ആണല്ലോ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ്. മധുരം ഇല്ലാത്ത, ഷുഗറൊന്നും ആഡ് ചെയ്യാത്ത ABC ജ്യൂസ് കഴിക്കുന്നൊരു ടേസ്റ്റാണ്. കൊള്ളാം. ഒരു സുഖമുണ്ട് രാവിലെ കുറേ വെള്ളം കുടിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാത്തവർക്ക് രാവിലെ ഒരു ഗ്ലാസ് വെള്ളവും ഇതിൻ്റെ പേരിൽ അകത്തോട്ട് പോകും. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇതാകുമ്പോൾ നമുക്ക് കാശ് മുടക്കി ഗ്ലൂട്ടത്തൈൻ എടുക്കേണ്ട, അല്ലെങ്കിൽ ഗ്ലൂട്ടത്തൈൻ ടാബ്ലറ്റ് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത് 1-2 അല്ലെങ്കിൽ 1 വീക്ക് കഴിച്ചെന്നും പറഞ്ഞ് ഇതിൻ്റെ ഡിഫറൻസ് വരുമെന്ന് തോന്നുന്നില്ല. കണ്ടിന്യൂസ്ലി നമ്മളിത് എടുക്കണം, അപ്പോഴും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓൾറെഡി എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് നന്നായിട്ട് അരച്ചെടുത്ത് വേണ്ടവർ അരിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അരിച്ചെടുത്തില്ല, കാരണം ഞാൻ ആ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ ആ ഒരു എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് അരിച്ച് കളഞ്ഞില്ല. സോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.